നമ്മൾ എന്ത് സംവിധാനം കൊണ്ടുവന്നാലും പുഴയിലെ ഒഴുക്ക് കുറയാതെ കാര്യങ്ങൾ സ്മൂത്തായി പോകില്ല എന്നുള്ള പ്രതികരണമാണ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ നൽകുന്നത്. ഏതായാലും അതിനെ മറികടക്കുന്നതിനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരാൻ ഒരുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദിവിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് പണ്ടൂണുകൾ അവിടെ കൊണ്ടുവരാൻ. അത് കൊണ്ടുവന്നാൽ നമ്മൾ ഇപ്പോൾ സിഗ്നൽ കിട്ടി അല്ലെങ്കിൽ ലോറി ഉണ്ട് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന ആ ഭാഗത്ത് അതിട്ട് അതിൽ നിന്ന് മുങ്ങൽ വിദഗ്ധർക്ക് താഴേക്ക് ഇറങ്ങാൻ ഉള്ള ഒരു സൗകര്യം ഉണ്ടാക്കാനാകും. അതായത് പലപ്പോഴും ഈ ഡിങ്കി ബോട്ടുകൾ ഒഴുക്ക് കാരണം പലയിടത്തേക്കായി ഒഴുകിപ്പോകുന്ന, എൻജിൻ ഓഫ് ചെയ്ത് നിൽക്കുമ്പോൾ ഒഴുകിപ്പോകുന്ന ഒരവസ്ഥയൊക്കെയുണ്ട്. വലിയ അടിയൊഴുക്ക് ആ പ്രദേശത്തുണ്ട്. അതുകൊണ്ട് അതിനെ മറികടക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇപ്പോൾ ഈ ഫ്ലോട്ടിംഗ് പണ്ടൂണുകൾ അവിടെ വെച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടക്കുന്നത്. ഗോവയിൽ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത്. ഇത് ഇതിനോടകം തന്നെ പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയം മുൻപ് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ ഒരു അവലോകന യോഗമൊക്കെ ചേർന്നിരുന്നു. ആ അവലോകന യോഗത്തിൽ സുപ്രധാനമായിട്ടുള്ള പല തീരുമാനങ്ങളും എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ തിരച്ചിൽ ഇനി തുടരും എന്ന് തന്നെ ആണ് പറയുന്നത്. സേനകളോട്, നാവികസേനയാവട്ടെ, ദുരന്ത നിവാരണ സേനയാവട്ടെ, കരസേനയാവട്ടെ, ഇവരോടൊക്കെ തുടരണം എന്നുള്ള ഒരാവശ്യം യോഗം ഉന്നയിക്കുന്നുണ്ട്. അതായത് നടപടികൾ മുന്നോട്ട് പോകും എന്ന് തന്നെ പറയുന്നു. തിരച്ചിൽ പാതി വഴിയിൽ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ലക്ഷ്യം കാണാതെ ഉപേക്ഷിച്ച് പോകില്ല എന്നുള്ള ഒരു പ്രതികരണമാണ് അല്ലെങ്കിൽ ഒരു തീരുമാനമാണ് ഈ യോഗത്തിൽ ഉണ്ടായത്. അല്പസമയത്തിനകം തന്നെ മന്ത്രി AK ശശീന്ദ്രനും ഇവിടേക്ക് എത്തുന്നുണ്ട്. നാളെയും അത് സംബന്ധിച്ച യോഗം AK ശശീന്ദ്രൻ്റെ കൂടി സാന്നിധ്യത്തിൽ ചേരും എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ കുത്തൊഴുക്ക് ദിവിഷ് സൂചിപ്പിച്ച പോലെ തന്നെ വല്ലാതെ ശക്തിയിൽ തന്നെയാണ് പുഴയിലെ ഒഴുക്കുള്ളത്. 8 നോട്ട്സിന് മുകളിലാണ്, അതായത് 8-ന് മുകളിലാണ് പുഴയിലെ ഗതിശക്തി എന്നുള്ളത്. അത് അത്രയും ഒഴുക്കിലേക്ക് മുങ്ങി ഇറങ്ങാൻ അല്ലെങ്കിൽ അത് ഇത്രയും ഒഴുക്കിലേക്ക് ഇറങ്ങാൻ ഏതായാലും നിലവിൽ സാധ്യമല്ല. അത് ആത്മഹത്യാപരമായിരിക്കും. കാര്യം പരിശീലനം സിദ്ധിച്ച ആളുകളൊക്കെ ആണെങ്കിൽ പോലും അങ്ങനെ അത്ര ഒഴുക്കിലേക്ക് ഇറങ്ങുക എന്നുള്ളത് ഒട്ടും പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല. അതൊരു 3-ലേക്കെങ്കിലും ചുരുങ്ങിയാൽ മാത്രമേ ഈ ഒഴുക്കിലേക്ക് ഇറങ്ങുക എന്നുള്ളൊരു കാര്യം നമുക്ക് ആലോചിക്കാനേ ആവുള്ളൂ. ഏതായാലും ഇന്നത്തെ ദിവസം, ഇന്നാവട്ടെ ഇന്നലെ ആവട്ടെ, ഈ മുങ്ങൽ വിദഗ്ധർക്ക് ഈ പുഴയിലേക്ക് ഇറങ്ങാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. മറിച്ച് ഒഴുക്കിനെ നിയന്ത്രിക്കാൻ, ഗതി മാറ്റി വിടാനുള്ള ശ്രമങ്ങൾ പലതവണ നടത്തിയെങ്കിലും വീണ്ടും ഈ കാലാവസ്ഥ മോശമാകുന്നത് വല്ലാത്ത പ്രതിസന്ധി അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. അതായത് വീണ്ടും വീണ്ടും മഴ പെയ്യുന്നു, അതോടുകൂടി തന്നെ വലിയ കുത്തൊഴുക്ക് പുഴയിൽ ഉണ്ടാകുന്നു. ഈ ഗംഗാവലി പുഴയുടെ ആകെ ഒരു നീളം എന്നുള്ളത് ഏകദേശം 160 കിലോമീറ്ററോളമാണ്. ഈ 160 കിലോമീറ്റർ ഒഴുകുമ്പോൾ മഗോഡ് ഫാൾസിൽ, മഗോഡ് എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടത്തിന് താഴേക്ക് എത്തുമ്പോൾ തൊട്ടാണ് പുഴ ഇങ്ങനെ രൗദ്രഭാവം പൂണ്ടുകൊണ്ട് വരുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, കരസേനാ വാഹനങ്ങൾ തിരിച്ചു പോകുന്നു. അതായത് കരസേനയുടെ തിരച്ചിൽ ഇന്നത്തെ അവസാനിച്ചു എന്ന് വേണം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ. അവർ ഇപ്പോൾ തിരിച്ചു വരുന്നു. അതിൻ്റെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല, പക്ഷേ അതിൽ സൈനികരെയൊക്കെ നമുക്ക് വ്യക്തമായി തന്നെ കാണാം. അവർ ഏതായാലും തിരിച്ചു പോവുകയാണ്. ഇന്നത്തെ തിരച്ചിൽ നിർത്തിയോ എന്നുള്ള കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ മഗോഡു ഫാൾസിന് താഴേക്ക് വരുമ്പോൾ, വെള്ളച്ചാട്ടത്തിൻ്റെ താഴേക്ക് വരുമ്പോഴാണ് ഗംഗാവലി പുഴ ഇത്രയും നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന പോലുള്ള അത്രയും രൗദ്ര രൂപിണിയായി വരുന്നത്. അതുവരെ അതായത് പുഴ വളരെ ശാന്തമായി. ഇന്ദ്രാബാലൻ അദ്ദേഹം ഇന്നലെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു. കാരണം ഈ ഏറ്റവും അതിൽ ആ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടവർ തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അതിന് വളരെ ക്ലാരിറ്റി ഉണ്ട്. ഇന്നലെ അദ്ദേഹം കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു, എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെ വിവരങ്ങളാണ് കിട്ടിയത്. ഇന്നിനി അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ നാളെ ഈ ഫ്ലോട്ടിംഗ് പിന്തുണയൊക്കെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് അതെങ്ങനെയാണ് അവിടെ പ്രായോഗികമാകുന്നത് എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിക്കാൻ സാധ്യതയുണ്ടോ? അവരുടെ യോഗം നടക്കുകയാണോ? അതോ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ആ തിരച്ചിൽ പൂർണ്ണമായി അവസാനിപ്പിച്ച് അവർ പിൻവാങ്ങുകയാണോ? നിലവിൽ അത് സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. പ്രത്യേകിച്ച് നമ്മളിവിടെ പുറത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ കരസേനയുടെ വാഹനം ഇവിടെ നിന്ന് പോയി എന്ന് മാത്രമുള്ള ഒരു കാര്യമാണ് ഉള്ളത്. കരസേന ഇന്നത്തെ തിരച്ചിൽ നിർത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ദുരന്ത നിവാരണ സേനയുടെയും നാവികസേനയുടെയും തിരച്ചിൽ നിർത്തിയോ എന്നുള്ള കാര്യത്തിൽ ഇനിയും നമുക്കൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. നേരത്തെ ദിവിഷ് സൂചിപ്പിച്ചുള്ളത് തന്നെ മേജർ ജനറൽ ഇന്ദ്രബാലൻ പറഞ്ഞ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടീം കണ്ടെത്തിയത് ഇന്നൊരു 4ാമത്തെ സിഗ്നൽ കൂടി ഉണ്ട് എന്നുള്ളൊരു കണ്ടെത്തൽ അദ്ദേഹം നടത്തിയിരുന്നു. അതിൽ
പറയുന്നത് ഈ മൺകൂനയ്ക്ക് സമീപത്താണ് ഈ സിഗ്നൽ കണ്ടെത്തിയത് എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അങ്ങനെ വന്നാൽ നാളെ ഒരുപക്ഷെ ആ ഭാഗത്ത് ആണ് കൂടുതൽ തിരച്ചിലുണ്ടാവാൻ സാധ്യത ഉള്ളത്. നേരത്തെ കരയിൽ നിന്ന് 50 മീറ്റർ അകലെ എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹത്തിൻ്റെ ടീം ഇന്നലെ ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ പറഞ്ഞിരുന്നു. ഏതായാലും ഈ ഡ്രോൺ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പരിശോധനയിൽ വല്ലാത്ത ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. വീണ്ടും ആ സാന്നിധ്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി പല കുറി അവിടെ പരിശോധന നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് നടത്തിയ ഡ്രോൺ പരിശോധനയിലാണ് ഈ 4ാമത്തെ സിഗ്നൽ സ്ഥിരീകരിക്കാൻ ആയിട്ടുള്ളത്. അതിന് പിന്നാലെ ഇന്ന് പുഴയിൽ NDRFിൻ്റെയും സംഘം റഡാർ പരിശോധന, അതായത് സോണാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകളൊക്കെ നടത്തിയിരുന്നു. നിലവിൽ ഇന്നത്തെ ദിവസം പുഴയിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങാനായില്ലെങ്കിൽ പോലും യന്ത്ര സഹായത്തോടെ കൂടെയുള്ള പരിശോധനകൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. ഈ പുഴയിലെ ഒഴുക്കിനൊപ്പം ഇവിടുത്തെ കാലാവസ്ഥയുടെ ഒരു സ്വഭാവം കൂടി തിരച്ചിൽ അതീവ ദുഷ്കരമാക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഉച്ചയ്ക്കൊക്കെ കണ്ടു, പെട്ടെന്നാണ് കനത്ത മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നത്, ശക്തമായ കാറ്റും വീശുന്നു. ഈ രക്ഷാപ്രവർത്തകർക്ക്, രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായവർക്ക് ആ പ്രദേശത്ത് നിൽക്കുന്നതിനുള്ള ഒരു സൗകര്യം പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാലാവസ്ഥ പെട്ടെന്ന് തന്നെ മാറുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. ഇതെല്ലാം നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ വളരെ മോശമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഏതായാലും നിലവിൽ നാളെ ഫ്ലോട്ടിംഗ് പന്തൂണുകൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു പരിശോധനകൾക്കാണ് പ്രാമുഖ്യം നൽകുക. അവിടെ, അതായത് അത് ശരിക്കും ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്. അവിടെ നിന്ന് മുങ്ങൽ വിദഗ്ധർക്ക് പ്രവർത്തിക്കാനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഏതായാലും അതിനുള്ള നടപടികളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. ഗോവയിൽ നിന്നാണ് അത് കൊണ്ടുവരുന്നത്. അത് ഇന്ന് രാത്രിയോടെയോ നാളെ രാവിലെയോടേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നതും. ഏതായാലും ഈ തിരച്ചിൽ നിർത്താൻ ഉള്ള യാതൊരു തീരുമാനവും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ് മുൻപ് തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് മന്ത്രിയായാലും അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുള്ള എല്ലാവരും വ്യക്തമാക്കുന്നത്. അവിടുത്തെ